അതുകൊണ്ട് വെള്ളി ഒരു മികച്ച നിക്ഷേപം എന്ന് പറയുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. സ്വർണത്തിന് വില കൂടിയതുകൊണ്ട് മറ്റൊരു ലോകത്തിലേക്ക് മാറി പിടിക്കാം എന്നുള്ളതല്ല വെള്ളിയിലേക്ക് ലോകം ഉറ്റുനോക്കാനുള്ള കാരണം. പരമ്പരാഗതമായി സ്വർണം പോലെ തന്നെ വെള്ളിയും ഒരു നിക്ഷേപ മാർഗം തന്നെയാണ്. എന്നാൽ നമ്മൾ മലയാളികൾ പലരും സ്വർണത്തോടൊപ്പം വെള്ളിയെ നിക്ഷേപ വസ്തുവായി പണ്ടുതൊട്ടേ കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ വെള്ളി വീണ്ടും ചർച്ചാ വിഷയമാകാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമതായി, വ്യാവസായികമായി വെള്ളിക്ക് ആവശ്യകത ഏറെയാണ്. സ്വർണത്തിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളിയുടെ പകുതിയിലധികം ആവശ്യകതയും ആഭരണമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന് ഭൂമിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് വ്യാവസായിക മേഖലയിൽ നിന്നാണ് വെള്ളിക്ക് ഏറെ ആവശ്യം ഉണ്ടായി വരുന്നത്. ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിന് വെള്ളി ഒരു അത്യന്താപേക്ഷിത ഘടകമാണ്. സോളാർ പാനലുകളിൽ ധാരാളം വെള്ളി ഉപയോഗിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും 5G സാങ്കേതിക വിദ്യ എന്നിവിടങ്ങളിലെല്ലാം വെള്ളി ഒരു സുപ്രധാന ഘടകം തന്നെയാണ്. ആഗോളതലത്തിൽ സോളാർ ഊർജത്തിലേക്കുള്ള മാറ്റം വെള്ളിയുടെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണപ്പെരുപ്പം, കറൻസി മൂല്യത്തകർച്ച തുടങ്ങിയ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വർണത്തെ പോലെ തന്നെ വെള്ളിയും ഒരു സുരക്ഷിത നിക്ഷേപ മാർഗമാണെന്ന് അതേക്കുറിച്ച് അറിയാവുന്നവർ സമ്മതിക്കും. ഇനി സ്വർണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളിയിൽ നിക്ഷേപിക്കാൻ കുറച്ചു തുക മതി. ഇത് സാധാരണക്കാർക്കും നിക്ഷേപ അവസരങ്ങൾ തുറന്ന് നൽകുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വെള്ളിയുടെ ലഭ്യതയേക്കാൾ കൂടുതൽ ഡിമാൻഡാണ് വിപണിയിലുള്ളത്. ഈ പ്രവണത വരും വർഷങ്ങളിലും തുടരുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്.